ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്ന് നേരെ കുമരകത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുമരകത്തേക്ക് പോകുന്നതിനോട്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ സമയത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുമരകത്ത് നമ്മൾ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്, ലേക്ക് റിസോർട്ട് കുമരകം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, അവിടെ നല്ല അടിപൊളിയാണ്, അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കായംകുളത്ത് നിന്നും നേരെ പോവുകയാണ് ആലപ്പുഴയല്ല വരുന്നത് അല്ലേ, കുമരകം ലേക്ക് റിസോർട്ട്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ അവിടെ നല്ല സൂപ്പറായിട്ടുള്ള നമ്മളെ കേരള സ്റ്റൈൽ വെൽക്കം ആയിരുന്നു. ചന്ദനക്കുരിയൊക്കെ ഇട്ട് നമ്മളെ ഒരു കരിക്കൊക്കെ കിടന്നാണ് അവർ സ്വാഗതം ചെയ്തത്. ഈ കരിക്ക് കുടിക്കുന്നതിനകത്ത് തന്നെ ഈ ചൂരൽ കൊണ്ടുണ്ടാക്കിയ ഒരു കേജിനകത്താണ് സംഭവം കരിക്ക് വെച്ചിട്ട് വരുന്നത്. അത് നല്ലൊരു സെറ്റപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കരിക്ക് കുടിച്ച് നമുക്കൊന്ന് താഴോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കറക്റ്റായിട്ടത് വെക്കാം. അപ്പോൾ അത് വീഴുകയില്ല. ഇതാണ് മെയിൻ നമ്മുടെ റൂമിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സീനാണ്. നമുക്ക് ഇവിടെ നിന്ന് നല്ല ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. സൈക്കിള്, അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നീട് കാണാം. ഇപ്പം നമ്മൾ എന്തായാലും നേരെ പോകാം റൂമിലേക്ക്. അപ്പോൾ ഈ ചെറിയ നമ്മുടെ വീട് പോലെ അങ്ങനെ ഓരോ ഇതാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് റൂംസ് ഉണ്ട്. ആ റൂംസിൽ കോമൺ പൂളിലേക്കുള്ള എൻട്രി കിട്ടും. അങ്ങനെ നമ്മുടെ റൂമിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ കീ ഓപ്പൺ ചെയ്യുന്നത്, ഇത് നമ്മുടെ പഴയ കാലത്തുള്ള കീ ആണ് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എൻട്രി ആവുകയാണ് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്, സൂപ്പർ റൂമാണ്. ഹാളിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് പൂളിലേക്കുള്ള ആക്സസിൻ്റെ ഒരു ഡോറാണിത്. അപ്പം ഈ ഒരു ലൈനിലും ഓപ്പോസിറ്റുള്ള ലൈനിലുള്ള ഒരുപാട് റൂമുകളിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഈ പൂളിലേക്കാണ് നമുക്ക് റൂമിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പൂൾ ഇതിലുള്ള ഇതിനും അല്ലാതുള്ള റൂംസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, റേറ്റിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ളതിലൊക്കെ. പക്ഷേ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണം എടുക്കാൻ. നല്ല അടിപൊളി സൂപ്പറാണ് ഇവിടുന്ന്. നമുക്ക് ഇരിക്കാനും എൻജോയ് ചെയ്യാനും ചായ കുടിക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പും എല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ. അങ്ങനെ നമ്മൾ മുകളിലത്തെ റൂം ഇതാണ് നമ്മുടെ ബെഡും. അങ്ങനെ റൂമുകൾ നമുക്ക് കാണിച്ചു തന്നു. റൂമും അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള ഒരുപാട് വ്യൂസുണ്ട്. പിന്നെ നമ്മുടെ അവരുടെ രാവിലത്തെ മെനുവും അതൊക്കെ കാര്യങ്ങളാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. രാവിലെ എത്ര മണി വരെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എത്ര വരെയാണ്, റൂമിൽ ഓർഡർ ഉണ്ടെങ്കിൽ എത്ര സമയം, അതൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഓപ്പൺ ബാത്റൂം കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് നാട്ടിൽ പണ്ട്, അതായത് 85, 90 ആൾക്കാരിങ്ങനെ ഓപ്പണായിട്ട് ഇരുന്ന് കുളിക്കാറ്. ആ ഒരു കോൺസെപ്റ്റാണിത്. ആകാശമൊക്കെ കണ്ട് കാക്കയൊക്കെ പറന്നു പോകുന്ന കണ്ടിരുന്ന് കുളിക്കാം. അങ്ങനെ ഇത് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഷവറും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ പുൽച്ചാടിയിലൂടെ തന്നെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാം. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ ആ താഴെ ഓപ്പോസിറ്റ് കാണുന്ന അതുപോലത്തെ എല്ലാ നമ്മുടെ ഇതിനും ചെയറുണ്ട്. ആ ചെയറിലിരുന്ന് ചായയൊക്കെ കുടിച്ച് എന്താ പറയുക, ഒന്ന് എൻജോയ് ചെയ്യാം. പിന്നെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലങ്ങളാണുള്ളത്. ഇത് നമ്മുടെ 1985, 90 ഉള്ള ഒരു ചായക്കട, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഫീൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതേപോലെ ആൾക്കാർ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ഫീൽ വരാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറേ സിനിമകളുടെയൊക്കെ പോസ്റ്ററുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ്റെ അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ആ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞാൽ പഴംപൊരി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങോട്ട് അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ബാക്കിയാണ്. നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ 4 മണിക്കത്തെ ഒരു എന്താ പറയുക, ചായ കടി ടൈം. അപ്പോൾ അവർ വന്ന് നമുക്ക് പറയും എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും. ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.